ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കീഴത്തൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാർക്ക് ലൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇത് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചൊരു ലൈറ്റാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇപ്പോൾ സാധാ ലൈറ്റ് ആയിട്ട് കിടക്കണം. അപ്പോൾ അത് നമ്മൾ ഊരി മാറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് വാങ്ങിച്ച പാർക്കിൻ്റെ അങ്ങനെ റിമോട്ടും ഉണ്ട്. അത് പല കളറിലൊക്കെ മാറി മാറി വരും. അപ്പം ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് റിമോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഓരോ കളറിൽ മാറി മാറി വരും. പച്ച, ചുവപ്പ്, നീലയൊക്കെ ആയിട്ട് മാറി മാറി വരും. പിന്നെ നമുക്ക് റിമോട്ടിൽ തന്നെ അതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്, സ്പീഡിലും സ്ലോയിലൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം. എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാണുന്നുണ്ടെങ്കിൽ നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെല്ലാം ഇതിപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ വണ്ടിയുടെ സാധാ എല്ലാ വണ്ടിക്കുള്ള പോലെ സാധാ നോർമൽ ലൈറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു മഞ്ഞ കളറാണത്. അപ്പോൾ ഇത് മാറ്റി നമ്മൾ മറ്റേ കളർഫുള്ളായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യണതാണ് കാണിക്കുന്നത്. പിന്നെ അതിന് നമ്മൾ സാധനം അയക്കണം, ഹെഡ്ലൈറ്റ് അയക്കണം, ഗ്രില്ല് അയക്കണം. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് അഴിച്ച് നമ്മളതിൻ്റെ പഴയ ബൾബ് ഊരി മാറ്റിയിട്ട് പുതിയ ബൾബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ രണ്ട് സൈഡിലും ബൾബ് ഊരിയെടുക്കണം. ഹെഡ്ലൈറ്റ് ഊരിയെടുത്താലാണ് ബൾബ് മാറ്റാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് കൈ അടക്കില്ലാത്തതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് ബൾബ് ഊരി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഹെഡ്ലൈറ്റ് അയച്ചെടുക്കണം, എന്നാലാണ് അത് ബൾബ് നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ അകത്തൊരു റബ്ബറുണ്ട്. ആ റബ്ബറും കൂടി ഉണ്ടെങ്കിലാണ് അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുള്ളൂ. മറ്റേ അല്ലെങ്കിൽ ബൾബിന് നീളം കൂടുതലുള്ളതുകൊണ്ട് അത് അവിടെ ചെന്ന് തട്ടാൻ സാധ്യതയുണ്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബൾബ് ഊരുമ്പോൾ ആ റബ്ബറും കൂടി പോവാതെ നോക്കണം. പഴയ ഹോൾഡറിനകത്തുള്ള റബ്ബർ പോവാതെ നോക്കി ഇടണം, അല്ലെങ്കിൽ അത് അവിടെ തട്ടി ലൈറ്റ് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രസ്സായി കഴിയുമ്പോൾ ലൈറ്റ് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പോവാതെ നോക്കി അത് കറക്റ്റായിട്ട് കയറി ഇട്ടിട്ട് വേണം ലൈറ്റ് ഓൺ ചെയ്യാൻ. അപ്പോൾ ഓരോ സൈഡിൽ നമ്മളിപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ അത്യാവശ്യം ബൾബൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് കയറ്റി വെച്ച് ഇനി ബോൾട്ട് ഇട്ട് മുറിക്കിയാൽ മതി. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബോൾട്ട് കയറ്റി ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ ആ ഭാഗം കറക്റ്റാവും. രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് 2 ബോൾട്ട് ഉണ്ട്, പുറമേ നിന്നുണ്ട് 2 ബോൾട്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കൈ ഇട്ടിട്ട് വേണം നമുക്ക് മുറുക്കാനായിട്ട്. അപ്പോൾ അത് അടിക്കുമ്പോൾ നെറ്റ് ബോൾട്ട് താഴെ പോകാതെ നോക്കണം. അതിൻ്റെ ഇടയ്ക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഏകദേശം 2 സൈഡിലും ഫിറ്റ് ചെയ്ത് ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് ഗ്രില്ലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈറ്റ് ഇട്ട് നോക്കാം, നമുക്കിത് എങ്ങനെയാണ് തെളിയണേന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം നല്ല കളർഫുള്ളായിട്ട് തെളിയാൻ സാധ്യത. ഇപ്പോൾ അത് വൈറ്റിലായിട്ട് തെളിയും. ഇത്ര നമ്മൾ കണ്ടത് റെഡ് ലൈറ്റിലായിരുന്നു. ഇപ്പോൾ അത് വൈറ്റായിട്ട് കാണുന്നു. തെളിയുന്നുണ്ടോ? വൈറ്റ് കളറിലായപ്പോൾ തെളിയണേ. താഴെയുള്ള ബ്ലൂ കളർ വേറെ കേട്ടോ, നമ്പർ പിന്നീട് വേറെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, അത് നേരത്തെ കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ കാണുന്നത് ആ 2 പാർക്കിൻ്റെ ലൈറ്റാണ് കാണുന്നത്. അത് രണ്ടും വൈറ്റ് കളറിലാണ്. ഇത്ര നേരം കണ്ടത് റെഡ് അല്ല, ഒരു മഞ്ഞ കളറായിരുന്നു, ചെറിയൊരു മഞ്ഞ കളറായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ റിമോട്ടിൽ നമുക്ക് ഞെക്കി അതിൻ്റെ കളർ മാറ്റാൻ നോക്കാം. ആ ബൾബിൻ്റെ നേരെ പിടിച്ച് കണ്ടോ, ഇപ്പോൾ അത് കളർ മാറി പച്ചയായി, നീലയായി, ചുമപ്പായി, അങ്ങനെ മാറി മാറി വരണുണ്ടോ. അപ്പുറം സൈഡിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ റിമോട്ട് അതിൻ്റെ നേരെ പിടിച്ച് ഞെക്കിയാൽ മാത്രമേ അതും മാറുള്ളൂ കളറ്. അപ്പോൾ അത്രയും കളർ ചേഞ്ച് വന്നു. രണ്ട് ചുമപ്പും പച്ചയും നീലയൊക്കെ ആയിട്ട് തെളിയുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ റിമോട്ടിൽ നമ്മളത് ഞെക്കി കൊടുക്കുന്നതനുസരിച്ച് കളർ മാറിയും വരും. പിന്നെ അത് അതിൻ്റെ സ്പീഡും ഭയങ്കരമായിട്ട് കൂടി വരുന്നതാണ്. പല കളറിലും മാറി വരും. പിന്നെ അത് പച്ചയായിട്ട് തന്നെ കത്തും, പിന്നെ നീലയായിട്ട് തന്നെ കത്തും, ഓരോ സിംഗിൾ കളറായിട്ട് തന്നെ കത്തുന്നുണ്ട്. അത് റിമോട്ട് ഞെക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഞെക്കി ഏത് ഓപ്ഷനോ അതനുസരിച്ചാണ് അത് തെളിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതുപോലെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക് ലൈറ്റ് തെളിയും പോലെ തന്നെ പല കളറിലും മാറി മാറി തെളിഞ്ഞും വരികയും ചെയ്യും. ഏതെങ്കിലും ഒരു കളർ മാത്രം മതി. ഇനി ഒരു കളറിൽ നമുക്കിടാം. വൈറ്റിലാണെങ്കിൽ വൈറ്റിലിടാം, അല്ലെങ്കിൽ ബ്ലൂവിലാണെങ്കിൽ ബ്ലൂ ആക്കാം, റെഡാണെങ്കിൽ റെഡ് ആക്കാം, ഗ്രീനാണെങ്കിൽ ഗ്രീനിലാക്കാം. അങ്ങനെ പല കളറുണ്ട്, 3-4 കളറുണ്ട്. ആ കളറിൽ മാത്രമായിട്ട് തെളിയിക്കാം, അല്ലെങ്കിൽ മാറി മാറി എല്ലാ കളറും ഇങ്ങനെ മാറി വരുന്ന പോലെ ഇടാം. ഇത് സ്പീഡ് കൂട്ടിയിടുമ്പോൾ നല്ല രസമാണ് കാണാണ്ടിച്ച് ഭംഗി കൂടുതൽ സ്പീഡിലിടുമ്പോൾ പെട്ടെന്ന് മാറി കളർ മാറി വരും. അപ്പോൾ നമ്മളത് ഞെക്കിയാൽ പിന്നെ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അതിപ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങി പോകുവാണെങ്കിൽ തന്നെ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പോകണേക്കാന്ന് പോകാൻ നല്ലത്. അത് ഓഫ് ചെയ്ത് മറ്റേ വൈറ്റ് കളറിൽ മാത്രം ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ പോകാം, അങ്ങനെയും പോകാം. അപ്പോൾ മറ്റുള്ളവർക്ക് ശല്യം പറ്റൊന്നും തോന്നില്ല അങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ. ഇങ്ങനെ വരുമ്പോൾ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ചിലപ്പോൾ. ഹെഡ്ലൈറ്റ് വരുമ്പോൾ ഇത്രയും വെളിച്ചം കാണില്ല, ഈ മിന്നണത് കാണില്ല. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ രാത്രിയാണല്ലോ ഇത് ഓൺ ചെയ്യണേ, പകലിട്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ രാത്രി ഇതിടുമ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരുന്ന് കാണാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ വൈറ്റ് ഇതിൽ തന്നെ ഇട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നല്ല കളർഫുള്ളായിട്ട് തന്നെ കാണുന്നുണ്ട്. നമ്മുടെ സ്പീഡ് കൂടി, ഇപ്പോൾ അത് ഞെക്കിയ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡിൽ വേണമുണ്ടോ, സ്പീഡ് കൂടി പെട്ടെന്ന് മാറി കളർ മാറി വരുന്നുണ്ടോ. അപ്പോൾ റിമോട്ടിൽ ഞെക്കി നമുക്ക് കളറും മാറ്റാം. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ഞെക്കാനായിട്ട്. പല കളറിൽ തന്നെ മാറി തെളിയുന്നതും അങ്ങനെയായിട്ട് ഒരുപാട് കളറിൽ തന്നെ തെളിഞ്ഞാണ്.
സ്പീഡ് കൂടി കത്തണുണ്ടോ? രണ്ടും രണ്ട് രീതിയിലേ കത്തും. അപ്പോൾ അത് മാത്രം തെളിഞ്ഞ് മാത്രം നിൽക്കണം, പച്ച മാത്രം നിൽക്കണം, റെഡ് മാത്രം തെളിഞ്ഞ് നിൽക്കണം. ആ സമയം ഇപ്പുറ സൈഡിലും മിന്നിക്കൊണ്ടിരിക്കണുണ്ടോ? അത് നമുക്കങ്ങനെ മാറ്റി മാറ്റി ഏത് വേണമെങ്കിലും ഏത് ബട്ടണിൽ ഞെക്കി നമുക്കത് മാറ്റി കൊടുക്കണമെങ്കിലും മാറി മാറി വരും. പിന്നെ നമുക്കൊന്ന് പുറത്തിറക്കി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇരുട്ടത്ത് ഇപ്പോൾ നമ്മൾ വിളിച്ചതിൽ ഇറങ്ങാം, ഇരുട്ടത്ത് നോക്കാം. ഇപ്പോൾ ഇരുട്ടത്ത് കിടന്ന് തെളിയാനാ കാണുന്ന വണ്ടി. നമ്മൾ ഇരുട്ടത്ത് കൊണ്ടിട്ടിരിക്കണ വണ്ടി ഇപ്പോൾ പാർക്ക് ലൈറ്റ് തെളിയുന്നുണ്ടോ? നല്ല ഭംഗിയിൽ തന്നെ തെളിയുന്നുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായാലും, നല്ല മനോഹരമായിട്ടുണ്ട്. എന്താണെങ്കിലും നല്ല റെഡിലും ബ്ലൂവിലൊക്കെ തെളിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ റോഡിലേക്ക് ഇറക്കിയാണ്, ഇരുട്ടത്ത് നിന്ന് മാറ്റി റോഡിലേക്ക് അല്പം വെളിച്ചലോടത്തിലേക്ക് ഇറക്കിയിട്ട് വണ്ടി പുറത്തിറക്കിയിട്ട് നമുക്കൊന്ന് നോക്കാൻ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ? തെളിഞ്ഞ് മിന്നൊക്കെടും തെളിയും ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കളർഫുള്ളാണ്. അപ്പോൾ അത് എന്താണ് നല്ല ഭംഗിയായിട്ട് കത്തുന്നുണ്ട്. എന്താണെങ്കിലും കാണാനും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതലും ആ റെഡും ബ്ലൂ ഒക്കെ തെളിയണല്ലേ? നമ്മുടെ ബാക്കിൽ രണ്ട് ലൈറ്റ് ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പോയിലറിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പോയിലർ ലൈറ്റിൽ ആണ് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നത്. അപ്പോൾ ബ്രേക്ക് കിട്ടുമ്പോഴാണ് ആ സ്പോയിലർ ലൈറ്റ് തെളിയുന്നത്. പാർക്ക് ഇടുമ്പോഴും തെളിയും. മേളിൽ പാർക്ക് ഇടുമ്പോൾ തെളിയാൻ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നവരത്തേക്കും ബൈ.